माधवा जयो कुंज बिहारी जयो राधा जयो कुंज बिहारी जय गोपी जनपति राधा जयो गिरिवरदारी जयो गिरिवरदारी जय गोपी जनपति राधा जयो गिरिवरदारी जयो गिरिवरदारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे हरे राम हरे राम 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 हरे हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे जयो जगन्नाथ जगन्नाथ सुभद्रा जयो जगन्नाथ जगन्नाथ बलदेवा सुभद्रा जय कृष्ण बाला जय कृष्ण बाला कृष्ण बाला जय कृष्ण बलराम जय कृष्ण बाला कृष्ण बलराम जय कृष्ण बाला जय गौरा निताय जय गौरा निताय गौरा निताय जय गौरा जय गौरा निताय जय गौरा निताय गौरा निताय जय गौरा जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद प्रभुपाद जय जय गुरु हरिनाम संकीर्तन महायज्ञ की जय। हरे कृष्णा महामंत्र युग धर्म की जय। इंदिरा श्रीमद भागवतम भगवद्गीता पढ़ने की जय। श्रीराम प्रभुपाद की जय। कुलदेव की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते
വാസുദേവായ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപാ കടാശം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ 1-ാമത്തെ അധ്യായം, ഫസ്റ്റ് കാൻഡോ, ആദ്യത്തെ സ്കന്ധം, ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ള അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായ 10-ാമത്തെ ശ്ലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ശ്ലോകം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്ലോകം ഞാൻ വായിക്കാം. പ്രായേണൽപായുഷാ സഭ്യാ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാഹുപാദ്രുതാഃ പ്രായേണൽപായുഷാ സഭ്യാ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാഹുപാദ്രുതാഃ. വേർഡ് ബൈ വേർഡ് മീനിങ് ഇതാണ്. പ്രായേണ മിക്കവാറും, അല്പം, ആയുഷാഹ ആയുസ്, സഭ്യ സംസ്കാര സമ്പന്നമായ സമൂഹത്തിലെ വ്യക്തി, കലേവ് ഈ യുഗത്തിൽ, അസ്മിൻ ഇവിടെ, യുഗേ യുഗത്തിൽ, ജനാഹ ജനങ്ങൾ, മന്ദഹ മടിയന്മാർ, സുമന്ദമതഹ തെറ്റായി നയിക്കപ്പെട്ട, മന്ദഭാഗ്യ നിർഭാഗ്യവന്മാർ, ഹി സർവോപരി, യുപദ്രുത പ്രക്ഷുബ്ധമായി. വിവർത്തനം. അല്ലയോ ശ്രേഷ്ഠ പണ്ഡിത, കലി പ്രബലനായ ഈ അയോഗ്യ യുഗത്തിൽ മനുഷ്യർ അല്പായുസുക്കളാണ്. അവർ നിർഭാഗ്യവന്മാരും വഴക്കാളികളും മടിയന്മാരും മാർഗഭ്രംശം സംഭവിച്ചവരും സർവോപരി സദാ ആകുലരുമാകുന്നു. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത് ഭക്തർ സാമാന്യ ജനങ്ങളുടെ ആത്മീയ പുരോഗതിയെ കുറിച്ച് സദാ ഉത്സുകരാണ്. കലിയുഗത്തിൽ ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥകൾക്ക് ഹേതുവായ സംഗതികളെ അപഗ്രഥനം ചെയ്ത നൈമിഷാരണ്യത്തിലെ ഋഷിമാർ അയോഗ്യ യുഗത്തിൽ മനുഷ്യർ അല്പായുസുകളാണെന്ന് മനസ്സിലാക്കി. കലിയുഗത്തിൽ മനുഷ്യ ആയുസ് ദുർബലപ്പെടാൻ മുഖ്യ കാരണം ഭക്ഷ്യക്ഷാമമല്ലെന്നും അവരുടെ അനിയന്ത്രിത സ്വഭാവമാണെന്നും മുനിശ്രേഷ്ഠർ ഗ്രഹിച്ചു. മിതഭോജനവും ഉചിതശീലവും പാലിക്കുക വഴി ഏതൊരു വ്യക്തിക്കും ആരോഗ്യം സൂക്ഷിക്കാൻ ആകും. അമിത ഭോജനവും ക്രമാധികമായ ഇന്ദ്രിയ ഇച്ഛാ നിർവൃത്തിയും മറ്റുള്ളവരുടെ അനുപാതത്തെ അധികം അവലംബിക്കുന്നതും കൃത്രിമമായ ആഡംബര ജീവിതം നയിക്കുന്നതും മാനവശക്തിയുടെ ചൈതന്യത്തെ നശിപ്പിക്കും. ആകയാൽ മാനവർ അല്പായുസുകൾ ആകുന്നു. കലിയുഗത്തിലെ ജനങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയ കാര്യങ്ങളിലും വളരെ മടിയന്മാരാണ്. ആത്മസാക്ഷാത്കാരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മനുഷ്യജന്മം. ആകയാലാണ് താൻ ആരാണെന്നും ലോകം എന്താണെന്നും പരമസത്യം ഏതാണെന്നും മനസ്സിലാക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ജീവസത്തയ്ക്ക് ഭൗതിക അസ്തിത്വത്തിൽ പോരാട്ടം നടത്തി സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന സർവക്ലേശങ്ങളെയും പര്യവസാനിപ്പിച്ച് ഭഗവത് സന്നിധിയിൽ
അവന്റെ ശാശ്വത വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള മാർഗമാണ് മനുഷ്യജന്മം. എന്നാൽ മോശമായ വിദ്യാഭ്യാസ രീതി കാരണം ആത്മസാക്ഷാത്കാരത്തിന് ജനങ്ങൾക്ക് യാതൊരു ഇച്ഛയുമില്ല. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അറിയാൻ ഇടവന്നാൽ പോലും നിർഭാഗ്യവശാൽ അവർ കപട ഗുരുക്കന്മാരുടെ ബലിയാടായി തീരുന്നു. കലിയുഗത്തിൽ ജനങ്ങൾ വ്യത്യസ്തങ്ങളായ നിരവധി രാഷ്ട്രീയ തത്വസംഹിതകളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും മാത്രമല്ല സിനിമ, വ്യായാമം, ചൂതുകളി, ക്ലബ്ബ്, സമാജം, സാംസ്കാരിക പുസ്തകശാലകൾ, ദുഷിച്ച സംസർഗം, പുകവലി, മദ്യപാനം, വഞ്ചന, മോഷണം, കലഹം തുടങ്ങി ഇന്ദ്രിയ സംതൃപ്തി വരുത്തുന്ന പല വിധങ്ങളായ അസംഖ്യ കേളികളുടെ ഇരയായി തീരുന്നു. വിഭിന്നങ്ങളായ അസംഖ്യ ഏർപ്പാടുകളിൽ വ്യാപരിക്കുന്നതിനാൽ അവരുടെ മനസ്സ് സദാ ഉത്കണ്ഠാകുലമാണ്. ഈ യുഗത്തിൽ തത്വദീക്ഷയില്ലാത്ത വ്യക്തികൾ വെളിവാക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളെയോ വേദ സാഹിത്യങ്ങളെയോ ആധാരമാക്കാതെ മതവിശ്വാസങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ദ്രിയ ഇച്ഛാ നിർവൃത്തിക്ക് അധീനരാവുകയും ചെയ്യുന്നു. തൽഫലമായി മതത്തിന്റെ പേര് പറഞ്ഞ് മതാചാരണമെന്ന വ്യാജേന പലവിധ പാപകർമ്മങ്ങൾ അധർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സമാധാനവും ശാരീരിക ആരോഗ്യവും നഷ്ടപ്പെടുന്നു. താമസം വിന വിദ്യാർത്ഥി സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടാതാകും. ഗ്രഹനാഥന്മാർ ഗൃഹസ്ഥ ആശ്രമ നിയമാനുശാസനങ്ങൾ പരിപാലിക്കാതെയാകും. തൽഫലമായി ഗൃഹസ്ഥ ആശ്രമത്തിൽ നിന്നും വരുന്ന അത്തരം വാനപ്രസ്ഥരും സന്യാസിമാരും നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. കലിയുഗത്തിൽ ലോകം ആ വിശ്വസതയാൽ പൂരിതമാകും. ആത്മീയ മൂല്യങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാതാകും. സംസ്കാരത്തിന്റെ നിലവാരം ഭൗതിക ഇന്ദ്രിയ സംതൃപ്തിയായി തീരും. അത്തരം ഭൗതിക സംസ്കാര സംരക്ഷണത്തിനായി സമ്മിശ്ര രാഷ്ട്രങ്ങളും സമൂഹങ്ങളും രൂപീകരിക്കുകയും വ്യത്യസ്ത സമൂഹങ്ങൾ അഥവാ ചേരികൾ തമ്മിൽ നിരന്തരം ശീത യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മാനവ സമൂഹത്തിന്റെ വികലമായ വർത്തമാന മൂല്യങ്ങൾ കാരണം ആത്മീയ മാനദണ്ഡങ്ങളെ ഉന്നതമാക്കാൻ അധികം പ്രയാസമായി തീരുന്നു. സർവപതീത ആത്മാക്കളെയും കുഴപ്പത്തിൽ നിന്നും, അതായത് ജനന മൃത്യു ആവർത്തന ചക്രത്തിൽ നിന്നും ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വ്യാകുലരായ നൈമിഷാരണത്തിലെ ഋഷിമാർ സൂത ഗോസ്വാമിയോടെ പരിഹാര നിർദ്ദേശം ആരാഞ്ഞു. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥമേഹം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗോതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരൂപേച്ഛ കൃപാ സിന്ധോവേവ ച
ഭജാനാം ഭാവനേവോ വൈഷ്ണവേവോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണ പ്രസായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ओम विष्णुपदाय कृष्णपृष्ठाय बुधरे श्रीमदे महाविष्णु गोस्वामी नामिने नमामि मूर्धन्य चरणारविन्दे श्री भागवत चारणे लोकतारणे श्रीराम महाविष्णु गोस्वामी. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് വളരെ മനോഹരമായ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 108 ശ്ലോകങ്ങൾ 18,000 ശ്ലോകത്തിൽ നിന്നും തികയുകയാണെങ്കിൽ അതിൽ ഒരു ശ്ലോകമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്രീമദ് ഭാഗവതം 1:1:10. ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ 108 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകത്തിന്റെ കണക്കെടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ശ്ലോകമായി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്രീമദ് ഭാഗവതം 1:1:10. പ്രായേണ അല്പായുഷാ സഭ്യ കലവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാഹുഭദ്രുതഃ. അതിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ ശ്രേഷ്ഠ പണ്ഡിത. ആരാണ്? സൂത ഗോസ്വാമിയെ ശൗനക ഋഷിവര്യന്മാർ വിളിക്കുന്നതാണ്. കലിപ്രബലനായ ഈ അയോഗ്യ യുഗത്തിൽ മനുഷ്യർ അല്പായുസ്സുക്കളാണ്. അവർ നിർഭാഗ്യവാന്മാരും വയക്കാളികളും മടിയന്മാരും മാർഗഭ്രംശം സംഭവിച്ചവരും സർവോപരി സദാ ആകുലരുമാകും. അതാണ്. ഒരു ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഒരു പേഷ്യന്റ് ഇരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കാണിക്കും, എന്താണ് പറയും. അപ്പൊ എന്ത് പറയണം? നമുക്കുള്ള അസുഖം പറയും, അല്ലെ? അപ്പൊ അസുഖം പറയുമ്പോൾ അത് ഡോക്ടർ ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് അതിന് കറക്റ്റ് പരിഹാരം, സൊല്യൂഷൻ പറഞ്ഞു തരും. അങ്ങനെയാണല്ലോ. അതേപോലെ ഇവിടെ ശൗനക ഋഷീവര്യന്മാര് കലിയുഗത്തിലെ എല്ലാ രോഗികൾക്കും വേണ്ടി, കലിയുഗത്തിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള അസുഖം എന്താണ് എന്ന് സൂത ഗോസ്വാമിയോട് പറയുക. സൂത ഗോസ്വാമി ആയിരുന്ന ഡോക്ടർ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ച് എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം നിർദ്ദേശിക്കുകയാണ്. അപ്പോ നമ്മുടെ അസുഖം എന്താണ് എന്നിവിടെ പറയുകയാണ്, കലിയുഗത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ കലിയുഗത്തിൽ ആരൊക്കെ വന്ന് ജനിച്ചോ അവർക്കെല്ലാം ഉള്ള അസുഖം 5 എണ്ണമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണത്? ഒന്ന്, അല്പായുസ്സുകളാണ്. നമുക്ക് ആയുസ് വളരെ കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? സത്യയുഗത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 വർഷമാണ്. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1,00,000 വർഷം എടുക്കും. എന്ന് വെച്ചാൽ 50,000 വർഷം പഴക്കമുള്ള ഒരാളുടെ ശരീരം ഇന്ന് 50 വയസ്സുള്ള ഒരാളിന്റെ ശരീരം പോലെ ക്ഷീണിക്കണമെങ്കിൽ അതിന് 50,000 വർഷം കഴിഞ്ഞിട്ടേ ആ ശാരീരിക ക്ഷീണം വരത്തുള്ളൂ. അത്രയ്ക്കും ലോങ് ടൈം എടുക്കും ആ ശരീരം ക്ഷീണിച്ച് 50 വയസ്സിന്റെ ശരീരം കിട്ടാൻ. 50,000 വർഷം എടുക്കും. എന്നാൽ സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം കഴിഞ്ഞ് ത്രേതായുഗം ആയപ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ ആയുസ് വീണ്ടും കുറഞ്ഞു. 1,00,000 വർഷം കൊണ്ട് ഈ സർക്കിൾ കംപ്ലീറ്റ് ആകുന്ന സ്ഥലത്ത് വെറും 10,000 വർഷം കൊണ്ട് തന്നെ ഈ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പൊ 5,000 വർഷം കൊണ്ട് തന്നെ ശരീരം 50 വയസ്സിന്റെ ശരീരം കിട്ടും. സത്യയുഗത്തിലാകുമ്പോൾ 50,000 വർഷം കൊണ്ട് ആ ശരീരം ക്ഷീണിക്കുമായിരുന്നു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപാരയുഗം ആയപ്പോഴത്തേക്കും മൊത്തം ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വെറും 1000 വർഷം കൊണ്ട് സംഭവിച്ചു. എന്ന് വെച്ചാൽ സത്യയുഗത്തിൽ 50,000 വർഷം കൊണ്ട് മാത്രം ക്ഷീണിക്കുന്ന ശരീരം, 50 വയസ്സിന്റെ കലിയുഗത്തിൽ 50 വയസ്സിന്റെ ശരീരം കിട്ടുന്ന സ്ഥാനത്ത്
ത്രേതായുഗത്തിൽ 5000 വർഷം കൊണ്ട് തന്നെ ആ ക്ഷീണിച്ച ശരീരം കിട്ടുമായിരുന്നു എങ്കിൽ ദ്വാപാരയുഗത്തില് വെറും 500 വർഷം കൊണ്ട് തന്നെ ആ ക്ഷീണിച്ച ശരീരം മനുഷ്യന് കിട്ടുന്നതാണ് ടൈമിന്റെ സ്വാധീനം കൊണ്ട്. എന്നാൽ കലിയുഗത്തില് സത്യയുഗത്തിൽ 50,000 വർഷം കൊണ്ട് മാത്രം ക്ഷീണിച്ചിരുന്ന അതേ ശരീരം ത്രേതായുഗത്തിൽ 5000 വർഷം കൊണ്ട് ക്ഷീണിച്ചിരുന്ന അതേ ശരീരം ദ്വാപാരയുഗത്തിൽ 500 വർഷങ്ങൾ എടുത്ത് മാത്രം ക്ഷീണിക്കുന്ന അതേ ശരീരം കലിയുഗത്തിൽ വെറും 50 വർഷം കൊണ്ട് തന്നെ ക്ഷീണിച്ചു പോകുന്നതാണ്. അപ്പൊ ജനനം, ബാല്യം, യൗവനം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നുള്ള ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കലിയുഗത്തിലെ മാക്സിമം സമയമായി പറഞ്ഞിരിക്കുന്നത് 100 വർഷമാണ്. അപ്പോൾ ആയുസ് വളരെ കുറവാണ് എന്ന് മനസ്സിലാവും. അവർ അടുത്ത പോയിന്റ് ആയിട്ട്, അത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവം. 2, അവർ നിർഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് നിർഭാഗ്യവാന്മാര്? അവര് നിർഭാഗ്യവാന്മാരാവാൻ ഒന്നാമത്തെ കാരണം, ഇവിടെ മനുഷ്യജന്മം നൽകപ്പെട്ടിരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. 84 ലക്ഷം ജീവശരീരത്തിൽ ഒന്ന് മാത്രമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം മാത്രം 4 ലക്ഷം വ്യത്യസ്ത ശരീരങ്ങളുണ്ട്. എന്നാൽ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് മാത്രമേ ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റത്തുള്ളൂ. ആ വിദ്യ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പുറത്തു കടക്കാൻ പറ്റും. അതേപോലെ തന്നെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയുള്ള ബുദ്ധി നമുക്ക് മനുഷ്യന് മാത്രമേ ഭഗവാൻ നൽകിയിട്ടുള്ളൂ. അപ്പൊ ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്, ജനനമരണ ചക്രത്തിൽ പുറത്തു വരാനാണ്. അല്ലാതെ സാധാരണ എല്ലാ 84 ലക്ഷം ജീവശരീരത്തിൽ മറ്റെല്ലാ ജീവശരീരത്തിലും അനുവദിക്കപ്പെട്ടിട്ടുള്ള ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, ഇവ എല്ലാ മറ്റു 84 ലക്ഷം ജീവശരീരത്തിനും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ മനുഷ്യ ശരീരം അതിനുവേണ്ടി അല്ല തന്നിരിക്കുന്നത്. മനുഷ്യ ശരീരം 84 ലക്ഷം ജീവശരീരമായ ഭൗതിക ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന് ആധ്യാത്മിക ശരീരം എടുത്ത് ഭഗവാന്റെ പെർമനന്റ് പ്ലേസ് ആയ, നമ്മുടെ ഓരോരുത്തരുടെയും പെർമനന്റ് വാസസ്ഥലമായ ഭഗവത് ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്. ആ മനുഷ്യ ശരീരം നമ്മൾ വേണ്ട വിധം അത് ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് പതനമുണ്ടാകും. നെക്സ്റ്റ് ശരീരം നമ്മൾ ഭഗവാൻ താഴോട്ട്, മനുഷ്യ ശരീരം എന്നുള്ള ടോപ്പ് മോസ്റ്റ് അവസ്ഥയിൽ നിന്നും താഴോട്ടുള്ള പതനത്തിനുള്ള വേദിയായി ആ മനുഷ്യ ശരീരത്തിന് മിസ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പണിഷ്മെന്റ് വെയിറ്റിംഗ് ആണ്. അപ്പൊ മനുഷ്യ ശരീരം കിട്ടിയിട്ടും 84 ജീവശരീരത്തിൽ മറ്റേത് ശരീരത്തിനും ചെയ്യാൻ പറ്റുന്ന ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷ മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നിർഭാഗ്യവാന്മാര് എന്ന് പറയുന്നത്. BMW കാർ കിട്ടിയിട്ട് വക്കേലും ചാണകവും കയറ്റിക്കൊണ്ട് പോകും പോലെയാണ് മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഭൗതിക സുഖം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ BMW കാറിന്റെ ലക്ഷറി കാറാണ്. അപ്പൊ അതിനകത്ത് വക്കേലും ചാണകവും ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ പർപ്പസ് വേറെയല്ലേ. അപ്പൊ അതിന് BMW ആവശ്യമില്ല. അപ്പൊ അതിന് ഒരു ടെമ്പോ ആട്ടോ അല്ലെങ്കിൽ പെട്ടി ആട്ടോ മതി എന്നതുപോലെ നമ്മള് മനുഷ്യരെ കിട്ടിയിട്ടും നമ്മൾ 84 ലക്ഷം ജീവശരീരത്തിൽ ചെയ്യാൻ പറ്റുന്ന അതേ കാര്യം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ കൽപ്പവൃക്ഷമാണ്, ഭഗവാൻ സുരഭി പശുവിനെ പോലെയാണ്, ഭഗവാൻ ചിന്താമണി കല്ലിനെ പോലെയാണ്, ഭഗവാൻ കൽപ്പവൃക്ഷം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം സാഫല്യമാക്കി തരും. ഭഗവാൻ പറയും 84 ലക്ഷം ജീവശരീരത്തിൽ മറ്റേത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്യാനാണ് മനുഷ്യ ജന്മത്തിലും വന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് ബർത്ത് നീ എന്ത് ചെയ്യുക, 84 ലക്ഷത്തിൽ മറ്റേത് ശരീരത്തിലേക്കും തിരിച്ചു പോകാൻ പറയും. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുന്ദരമായി ജി കി ജയ്. അപ്പൊ അങ്ങനെ ഏറ്റവും നികൃഷ്ടമായ ശരീരത്തിലേക്ക് നമ്മളെ ഭഗവാൻ പണിഷ്യം അങ്ങോട്ട് പൊയ്ക്കോളാം പറയും. അങ്ങനെ ജന്തുക്കൾ, കൃമികൾ, കീടങ്ങൾ, അതേപോലെ തന്നെ ജലജീവികൾ, സ്ഥാവരങ്ങൾ, ചെടികൾ, നാൽക്കാലികൾ, ജന്തുക്കൾ, പറവകൾ, ഇതുപോലത്തെ താഴ്ന്ന അധപതിച്ച ശരീരത്തിലേക്ക്, പുഴു, ഇതുപോലത്തെ ശരീരത്തിലേക്ക് നമ്മളെ ഭഗവാൻ തിരിച്ചു പോകാൻ പറയും. അപ്പോ അങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ നമ്മൾ താഴോട്ട് പോകുന്നത് കൊണ്ടാണ് നിർഭാഗ്യവാന്മാർ എന്ന് പറയും. ഇപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ച് ക്രിക്കറ്റ് ഹരം പിടിച്ച സമയമാണിപ്പോൾ. എല്ലാവരും ക്രിക്കറ്റ് കാണാറുണ്ട്. അപ്പോ മലയാളികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. മലയാളിയായ സഞ്ജു സാംസൺ ഇപ്പോ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും
15 പേർക്ക് അകത്ത് അദ്ദേഹം ഉണ്ട്. അപ്പൊ ആദ്യത്തെ പ്ലേയിങ് 11-ലെ 11-ന് സ്ഥാനം പിടിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോമ്പറ്റീറ്ററിനെ ജീവിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പറാണ്. മറ്റൊരു ഋഷഭ് പന്ത് എന്നുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ കൂടെ അവിടെ ഉണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശുമായിട്ട് ഒരു സായാഹ്ന മത്സരം നടക്കുന്നു. പോരാഞ്ഞിട്ട് സഞ്ജു സാംസങ്ങിനെ ഫസ്റ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് അദ്ദേഹം ഇറക്കിയത്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം വെറും ഒരു റണ്ണിന് ഔട്ട് ആവുകയാണ്. അപ്പൊ അവിടെ അദ്ദേഹം കളിക്കാതെ വന്നപ്പോൾ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് 50 റൺ അടിച്ച് അദ്ദേഹത്തിന്റെ പ്ലേയിങ് 11-ലുള്ള സ്ഥാനം ഉറപ്പിച്ചു. അപ്പൊ നിർഭാഗ്യം ആണ് ആർക്കുണ്ടായത്? സഞ്ജു സാംസൺ ഉണ്ടായത്. എങ്ങനെ നിർഭാഗ്യം? ഒന്നാമത് ഇത്രയും തിരക്ക് ആൾക്കാരുള്ള സ്ഥലത്ത് ഇവരെ വേൾഡ് കപ്പ് ടീമിൽ എടുക്കുന്നതേ വലിയ ഭാഗ്യമാണ്. എന്നാൽ ആ ഭാഗ്യം കിട്ടിയിട്ടും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് സായൻ മത്സരം കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അതിന് തൊലച്ചു കളഞ്ഞു. എന്നതുപോലെ 84 ലക്ഷം ജീവശരീരത്തിൽ മനുഷ്യജന്മത്തിൽ മാത്രമേ ആത്മസാക്ഷാത്കാരത്തിന് അവസരമുള്ളൂ എന്നിരിക്കെ ഭഗവാൻ ഫോർച്ചുനേറ്റ്ലി നമുക്ക് മനുഷ്യശരീരം തന്നു. എന്നിട്ടും കൂടി നമ്മൾ നിർഭാഗ്യവാന്മാരായി തുടരും. കാരണം എന്ത്? നമ്മൾ ഭാഗവതം, ഭൗതികഗീത ഇത്യാദി ഗ്രന്ഥത്തിലൂടെ മനുഷ്യജന്മത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ മെനക്കെട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ തീർത്ഥം കരപാപികളായിരിക്കുന്നു. തീർത്ഥം കരപാപികൾ. എന്താണ് തീർത്ഥം കരപാപികൾ? തീർത്ഥം കരപാപികൾ എന്നുള്ള മനോഹരമായ വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഹിസ് ഗ്രേസ് നന്ദപുത്ര പ്രഭുവിന്റെ നിന്നുമാണ്. നന്ദപുത്ര പ്രഭു വളരെ സീനിയർ വൈഷ്ണവനാണ്. ഞാൻ ഇസ്കോണില് 25-30 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഇസ്കോണിൽ പോയപ്പോൾ നന്ദപുത്ര പ്രഭു എടുത്തൊരു ക്ലാസ്സിൽ മനുഷ്യ ജീവിതത്തിൽ എത്തിയിട്ടും നമ്മൾ ഇപ്പോൾ തീർത്ഥം കരപാപികളായി ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ ശരിക്കും ഭക്തിയിൽ കുറച്ച് സീരിയസ് ആവാൻ തീരുമാനിച്ചത് തന്നെ ഈ വാക്ക് കേട്ടിട്ടാണ്. അപ്പൊ ആ വാക്ക് നമുക്ക് ഭക്തന്മാരുടെ ഫ്രണ്ടിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നന്ദപുത്ര പ്രഭു പറഞ്ഞ തീർത്ഥംകര പാപികളുടെ അർത്ഥം എന്തെന്നാൽ ദിവ്യമായ ഗംഗാജലത്തിൽ, ശ്രീമദ് ഭാഗവത്തിലെ 1:15 ഗംഗാ ദേവിയുടെ മഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഗംഗാ വാട്ടർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദകമലങ്ങളിൽ തട്ടി ഭൂമിയിലേക്ക് പതിച്ച വെള്ളമാണ് ഗംഗാജൽ. അതുകൊണ്ട് തന്നെ അത് ഭഗവാന്റെ പാദം തട്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നത് കൊണ്ട് മഹാദേവൻ അദ്ദേഹത്തിന്റെ തല കൊണ്ടാണ് അതിനെ താങ്ങിയത് ഗംഗാജലം ഭൂമിയിൽ വന്നപ്പോൾ. ആ ദിവ്യമായ ഗംഗാജലം സ്പർശന മാത്രയിൽ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളെയും അത് ആവാഹിച്ചെടുക്കും. നമുക്ക് പിന്നെ ആ പാപത്തിന് വേണ്ടി പണിഷ്മെന്റ് അനുഭവിക്കേണ്ടതില്ല. അതാ അത്ര മഹനീയമാണ് ഗംഗാജലം. എന്നാൽ ഗംഗാജലത്തിന്റെ അടുത്ത് എത്താൻ തന്നെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കഴിയൂ. ഗംഗാജലത്തിനൊന്ന് സ്പർശിക്കാനും അതിലൊന്ന് തൊടാനൊക്കെ വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. അപ്പോ തീർത്ഥംകര പാപി ആരെന്ന് ചോദിച്ചാൽ ഫോർച്ചുനേറ്റ്ലി ഏതോ ഒരു ട്രിപ്പിന്റെ ഭാഗമായി ചില ഭക്തന്മാര്, ചില ആൾക്കാർ ഗംഗാ നദിയുടെ അടുത്ത് വരെ എത്തും. അപ്പൊ എന്ത് ചെയ്യണം? ചാടിക്കേറി ഒരു കുളിച്ചേക്കണം. കാരണം എന്ത്? കോടാനുകോടി ജന്മങ്ങൾ ചെയ്ത പാപം പോലും അനുഭവിക്കേണ്ടാതെ ഈ ഗംഗാജലത്തിൽ കുളിക്കുന്നത് കൊണ്ട് മാത്രം, ദിവ്യമായ ഈ സ്പർശനം കൊണ്ട് മാത്രം നമുക്ക് അതിൽ നിന്ന് ഊരി വരാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ ചില തീർത്ഥത്തിന്റെ കര വരെ എത്തിയിട്ട് കൂടി, തീർത്ഥം എന്നാണ് പറയുന്നത് ഗംഗാജലത്തിന്, തീർത്ഥത്തിന്റെ കര വരെ എത്തിയിട്ട് കൂടി ചില മണ്ടന്മാര്, മരമണ്ടന്മാര്, നിർഭാഗ്യവന്മാര് എന്ത് ചെയ്യുന്ന അറിയാമോ? അവിടെ വരെ എത്തിയിട്ട് വലിയ മാനുഷിക കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉപജ്ഞാതാക്കളാണ് അവരെന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാം കുളിച്ചിട്ട് വരൂ, നിങ്ങളുടെ എല്ലാം ചെരുപ്പ് ഞാൻ നോക്കിക്കോളാം എന്നുള്ള വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ മുന്നോട്ട് വരും. നിങ്ങളുടെ ബാഗ് വെച്ചിട്ട് പോകൂ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ചെരുപ്പ് ഊരി ഇവിടെ ഇട്ടിട്ട് പോകൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പൊ മറ്റുള്ളവരെല്ലാം പോയി കുളിക്കുമ്പോൾ ഈ തീർത്ഥത്തില് ഈ മരമണ്ടൻ കുളിക്കൂല. അതേ വലിയ ജീവകാരുണ്യം. എന്താണെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ജലദോഷം എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിച്ചു എന്ന് പറയും. അപ്പൊ ഇത്രയും നിർഭാഗ്യവന്മാരായ ഒരാളിനെയാണ് ഹിസ് ഗ്രേസ് നന്ദപുത്ര പ്രഭു വിളിച്ചത് തീർത്ഥം കരപാപികൾ. പാപികളിൽ കൂടിയ ഇനമാണ് തീർത്ഥം കരപാപികൾ. പാപികളിൽ കൂടിയ ഇനം തീർത്ഥം കരപാപി. തീർത്ഥത്തിന്റെ കര വരെ വന്നിട്ട് കൂടി ആ മരമണ്ടന് കുളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, തിരിച്ചും പോയി. അപ്പൊ ഇതാണ് തീർത്ഥം കരപാപി. എന്നതുപോലെ മനുഷ്യജന്മത്തിൽ വന്ന് കയറുക എന്ന് പറയുന്നത് 84 ലക്ഷം ജീവശരീരത്തിലൂടെ മാറി മാറി കോടാനുകോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം വന്നു ചേരുന്ന സൗഭാഗ്യമാണ്. എന്നാൽ ആ സൗഭാഗ്യത്തിൽ മനുഷ്യശരീരത്തിൽ ഒരു ആത്മാവ് വന്നിട്ട് കൂടി അതിനെ ഉപയോഗപ്പെടുത്താതെ തിരിച്ചും
84 ലക്ഷം ജീവശരീരത്തിൽ ജന്തുക്കൾ, പുഴുക്കൾ, കീടങ്ങൾ, കൃമികൾ ഇതിലേക്ക് തിരിച്ചു പോകുന്ന ആള് ശരിക്കും ഒരു തീർത്ഥംകര പാപികളാണ്, ഒരു സംശയം വേണ്ടത്. അങ്ങനെയുള്ള ഒരു തീർത്ഥംകര പാപികളാണോ നമ്മളാകാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. ഇതാണ് നിർഭാഗ്യവാന്മാരെന്ന് പറയും. ഇതിനെയാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്, യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് എന്തിന്റെ കുറവ്? എല്ലാ സൗഭാഗ്യവും ഭഗവാൻ തന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹിസ്കോളിനകത്ത് മഹാവിഷ്ണു ഗോസ്വാമി ഗുരു മഹാരാജിനെ നമ്മൾ ദർശനം ചെയ്യാൻ പോയപ്പോ ഗുരു മഹാരാജ് നമ്മളോട് പറഞ്ഞു, കഥാമൃത പ്ലീസ് ടേക്ക് ശ്രീമദ് ഭാഗവതം മലയാളം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇളിച്ച് കൊണ്ട് പറഞ്ഞു, മഹാരാജ് മലയാളത്തിൽ ഭാഗവതം ഇല്ല എന്ന് പറഞ്ഞു. എന്റെ ഇളിച്ച മുഖം കണ്ടിട്ട് മഹാരാജിന് വിഷമം തോന്നി. എടാ മടയാ, ഭാഗവതം ഇല്ല എന്ന് ചിരിച്ചോണ്ടല്ല പറയേണ്ടത്, കരഞ്ഞോണ്ടാണ് പറയേണ്ടത്. കാരണം ഇതിനേക്കാൾ ഒരു ദൗർഭാഗ്യം വേറെ ഇല്ല. അതുകൊണ്ട് മഹാരാജ് സ്വന്തം ഹൃദയത്തിൽ കൈവച്ചിട്ട് വേദനിച്ച് പറഞ്ഞു, ഭാഗവതം ഇല്ലേ, ഭാഗവതം ഇല്ലെങ്കിൽ അതൊരു നരകമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോ എന്റെ ഇളിയൊക്കെ മാറി. ഞാൻ എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മഹാരാജ് പറയുന്നത് എനിക്ക് മനസ്സിലായി. മഹാരാജ് ഹൃദയത്തിൽ തൊട്ട് വേദനിച്ചിട്ട് പറഞ്ഞു. മഹാരാജ് പറഞ്ഞു, കഥാമൃത യു ട്രാൻസ്ലേറ്റ് ശ്രീമദ് ഭാഗവത്. എന്റെ പേര് മാത്രമേ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എനിക്ക് പറയാൻ പറ്റുമെന്ന് ഇരിക്കെ മഹാരാജ് പറഞ്ഞു, നീ ആവുന്ന രീതിയിലൊക്കെ ശ്രീമദ് ഭാഗവത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു സംഭവമാണ് ഭാഗവതം എന്ന് മാത്രം അന്നത്തെ മഹാരാജന്റെ ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമാന്റെ മറ്റൊരു ശിഷ്യനായ ഹിസ് ഗ്രേസ് അനാദിനിധനം പ്രഭു മഹാരാജ് പറഞ്ഞ ആ ഒരു സർവീസ് ആദ്യമായി വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയുണ്ട്. അങ്ങനെ ഫസ്റ്റ് കാൻഡോ ആൻഡ് സെക്കൻഡ് കാൻഡോ ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന്റെ ശിഷ്യനായ നമ്മുടെ അനാദിനിധനം പ്രഭു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അന്ന് ഇസ്കോൺ ട്രിവേൻഡ്രം വളരെ സീരിയസ് ആയിട്ട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ഇന്ന് ശ്രീമദ് ഭാഗവതം മുഴുവനും ഭഗവാന്റെ കൃപയാൽ മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് മറ്റൊരു സന്തോഷ വാർത്ത, ചൈതന്യ ചരിതാമൃതം മുഴുവനും ഇന്ന് ശ്രീമദ് ഭാഗവതം മലയാളത്തില് ഭാഗവതം ഉള്ളതുപോലെ തന്നെ ചൈതന്യ ചരിതാമൃതവും അവൈലബിൾ ആണ്. ഒരുപാട് ഡ്യൂട്ടീസ് ഒരു ടീം വർക്കായിട്ട് ചെയ്ത് ആണ് ഇതെല്ലാം മലയാളത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. ദേവകി മാതാജി അടക്കം, മാതാജി ഇപ്പൊ ഇവിടെ ഉണ്ട്, മാതാജി അടക്കം ഈ ചൈതന്യ ചരിതാമൃതം മലയാളം ട്രാൻസ്ലേഷൻ ടീമിൽ വളരെ വലിയൊരു സേവനം നടത്തി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് കൂടി നമ്മൾ ഇതൊന്നും വായിച്ചില്ല എങ്കിൽ നമ്മളെല്ലാം തീർത്ഥംകര പാപികളല്ലേ, തീർത്ഥംകര പാപികളല്ലേ. അപ്പോ അങ്ങനെ നമ്മളൊരു തീർത്ഥംകര പാപികൾ ആയതുകൊണ്ടാണ് ഇവിടെ ദൗർഭാഗ്യവാന്മാർ എന്ന് ഈ കലിയുഗ വർണ്ണനയിൽ കലിയുഗത്തിലെ ആൾക്കാരെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാം വായിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൗർഭാഗ്യന്മാരാണെന്ന് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. പിന്നെയോ വഴക്കാളികൾ, ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വഴക്കാളികൾ. സംശയം എന്ത്? നമ്മൾ വഴക്കാളികൾ തന്നെ. നമ്മൾ ഒരു ഫോക്കസ് ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു നിസാര കാര്യങ്ങൾ കൊണ്ട് സംസാരിച്ച് അടികൂടി നമ്മുടെ ഫോക്കസ്, മനുഷ്യ ജീവിതത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തി അനാവശ്യമായ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ മനുഷ്യജീവിതം മുഴുവനും തമ്മിലടിയും കോടതിയും ന്യായവും നീതിയും ഒക്കെ അനാവശ്യമായി ചർച്ച ചെയ്ത് സമയം പാഴാക്കും. അപ്പോൾ വഴക്കാളികളായതുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള എഫോർട്ട് ഇടാൻ നമുക്ക് സമയം കിട്ടാതെ ആകും. പിന്നെയോ മടിയന്മാർ. ഇനി സമയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിയും ആഹാരം കഴിച്ചും TV കണ്ടും കലങ്കിലിരുന്ന് സംസാരിച്ചും പത്രം അതേപോലത്തെ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയും മടി പിടിച്ച് ഇരിക്കുന്നത് കൊണ്ട് ആധ്യാത്മിക വിഷയങ്ങളിൽ ഒട്ടും നമുക്ക് ഏർപ്പെടാൻ സമയം കിട്ടുന്നു. അങ്ങനെ മറ്റൊരു രീതിയിൽ അതിരാവിലെ അയച്ച് നാമം ജപിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഒരു മാല ജപിക്കാൻ പറഞ്ഞപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെറും ഒരു മാല ജപിക്കാൻ 10 മിനിറ്റ് ആവത്തുള്ളൂ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഒരു മാല ജപിക്കാൻ പറഞ്ഞപ്പോൾ സമയമേ ഇല്ല. 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അയ്യോ 10 മിനിറ്റ് ഇല്ല, ഒട്ടുമില്ല. അപ്പൊ അത്രയ്ക്കും മടി പിടിച്ച ആൾക്കാരാണ്. എന്നാൽ എത്രയോ സമയം ഇവര് വെറുതെ കളയുന്നുമുണ്ട്. അപ്പൊ ആധ്യാത്മിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇവർക്ക് ഇടപെടാൻ സമയമില്ല. പിന്നെയോ മാർഗഭ്രംശം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഇവരെയൊക്കെ നയിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ അവരെല്ലാം സ്പിരിച്വൽ വിഷയങ്ങളിൽ നിന്നും അവരെ വെറുതെ ചലിപ്പിച്ച് വേറെ എങ്ങോട്ടോ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ പ്രഭുപാദ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി ഒരുപാട്
വിഷയങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. സിനിമ, വ്യായാമം, എക്സർസൈസ് എന്നുള്ള വിഷയത്തിൽ തന്നെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ മനുഷ്യജന്മത്തിന്റെ ഗുണം മാറ്റി സമയം ചെലവാക്കി സമയം കളയുമെന്നാണ് പറഞ്ഞത്. പിന്നെ ചൂതുകളി, ക്ലബ്ബ്, സമാജം, സാംസ്കാരിക പുസ്തകശാല, ലൈബ്രറിയെ പോലും സമയം പാഴാക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സ്പിരിച്വൽ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി അനാവശ്യ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയുള്ള സാംസ്കാരിക പുസ്തകശാലകളുണ്ട്. ദുഷിച്ച സംസർഗം, പുകവലി, മദ്യപാനം, വഞ്ചന, മോഷണം, കലഹം എന്നിങ്ങനെ നമ്മുടെ വഴിമാറ്റി വിടാൻ ഒരുപാട് ആൾക്കാരും ഇതിന്റെ തലപ്പത്തുണ്ട്. സിനിമ ടോപ്പിലുള്ള ആൾക്കാരെല്ലാം അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊളിറ്റീഷ്യൻസ് എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുന്ന കാലമാണ്. ഇങ്ങനെ നമ്മുടെ നയിക്കുന്ന ആൾക്കാർ മാർഗഭ്രംശം സംഭവിപ്പിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റായ ലീഡേഴ്സ് നയിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഫോളോവേഴ്സ് വഴിതെറ്റിക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാത്തിനും ഉപരി നമ്മൾ സർവോപരി സദാ ആകുലരും. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. പണ്ടത്തെ കാലം സയൻസ് വളരെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർ വലിയ അറിവുള്ളവരാണ്. കമ്പ്യൂട്ടർ യുഗമാണ്, റോക്കറ്റ് യുഗമാണ്, നമ്മൾ ചെവ്വയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ എല്ലാവരും ഡിസ്റ്റർബ്ഡും കൂടിയാണ്. ആത്മഹത്യകൾ കൂടി വരികയാണ്. ആൾക്കാർ സ്വയം അവരെ തന്നെ കൊല്ലുന്ന ലെവലിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു പോസിറ്റീവ് സിംറ്റം അല്ല കാണിക്കുന്നത്. അപ്പോൾ ആകുലരാണ് എന്നുള്ളതാണ്. അവർക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയമാണ്. അതുകൊണ്ട് അവരെ തന്നെ കൊന്നുകളയും. അപ്പോ ആകുലരാണ് എന്ന് പറയുന്നതോടുകൂടി ഈ ബാക്കിയുള്ള എന്ത് ഗുണം ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ ഇതാണ് കലിയുഗത്തിലെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 5 പോയിന്റ്സ്. ഇനി നമ്മൾ കലിയുഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തില് 12ാം കാൻഡോയില് വളരെ വ്യക്തമായ ഒരു ചാപ്റ്റർ മുഴുവൻ കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം 12ാമത്തെ സ്കന്ധം 2ാം അധ്യായം മുഴുവനും കലിയുഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. A to Z അതിൽ എന്ത് പറയുന്നു അത് അപ്പടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് എങ്കിൽ കൂടിയും, അതിനു മുമ്പ് ഉണ്ടെങ്കിലും എഴുതപ്പെട്ടത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു പ്രഡിക്ഷൻ ആയിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കലിയുഗത്തിലെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഋഷിവര്യന്മാർ കലിയുഗത്തിലെ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കൃപ കൊണ്ട് അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ അതാണ് സൊല്യൂഷൻ. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ഇവിടുത്തെ ദോഷങ്ങളാണെങ്കിൽ ഈ ദോഷത്തിൽ നിന്ന് നമ്മൾ ഊരി വരാനുള്ള സൊല്യൂഷൻ എന്താണ്? ഇപ്പോ കവല പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയക്കാരന്മാര് ഭരണപക്ഷത്തിൽ ആരിരുന്നാലും, പ്രതിപക്ഷം ഭരണപക്ഷത്ത് അടുത്ത പ്രാവശ്യം വന്നാൽ ഭരണപക്ഷമായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കുറ്റം പറയുന്നതല്ലാതെ സൊല്യൂഷൻ പൊതുവെ ആരും പറയാറ്. എന്നാൽ ശ്രീമദ് ഭാഗവതം ഇത്രയും നേരം നമ്മളോട് ഈ കലിയുഗത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് സൊല്യൂഷൻ അവസാനം നമ്മൾ ചർച്ച ചെയ്യാം. അതിന് മുമ്പ് കലിയുഗത്തില് പറഞ്ഞിരിക്കുന്ന മറ്റു കുറെ സിംറ്റംസ് എന്താണെന്നും കൂടെ ഞാനൊന്ന് വായിക്കാം. ശ്ലോകം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വേർത്തന മാത്രം വായിക്കാം. ശ്രീമദ് ഭാഗവതം 12:2-1. ശ്രീ സുഖദേവ ഗോസ്വാമി പറഞ്ഞു, അല്ലയോ രാജാവേ, അനന്തരം കലിയുഗത്തിന്റെ ശക്തമായ സ്വാധീന നിമിത്തം ധർമ്മം, സത്യസന്ധത, ശുചിത്വം, സഹിഷ്ണുത, കാരുണ്യം, ജീവിത ദൈർഘ്യം, ശാരീരിക ശക്തി, ഓർമ്മ എന്നിവ അനുദിനം ക്ഷയിക്കും. അടുത്ത 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കലിയുഗത്തിൽ ഒരുവന്റെ ജനനത്തിന്റെ ശ്രേഷ്ഠത, ഉചിതമായ പെരുമാറ്റം, ഉത്തമ ഗുണങ്ങൾ ഇവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പരിഗണിക്കുക. അതുപോലെ നിയമവും നീതിയും ഒരുവന്റെ ശക്തി പ്രഭാവത്തെ ആശ്രയിക്കുമായിരിക്കും. ഇതെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഞാൻ സ്പീഡിൽ ഒരു ശ്രദ്ധ മാത്രം ഭക്തന്മാരുടേത് ക്ഷണിക്കുക മാത്രം ചെയ്യുന്നു. അതിനുള്ള സമയമേ ഉള്ളൂ. 3ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, പുരുഷനും സ്ത്രീയും ഉപരിപ്ലവമായ ആകർഷണം കൊണ്ട് മാത്രം ഒരുമിച്ച് ജീവിക്കും. വ്യാപാരത്തിൽ വിജയം വഞ്ചനയെ ആശ്രയിക്കും. സ്ത്രീത്വവും പുരുഷത്വവും ഒരാളുടെ ലൈംഗിക വൈദഗ്ധ്യത്തെ ആശ്രയിച്ച് വിലയിരുത്തപ്പെടും. ഒരുവൻ പൂനൂൽ ധരിക്കുന്നത് കൊണ്ട് മാത്രം ബ്രാഹ്മണനായി അറിയപ്പെടും.
നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, ശ്രീമദ് ഭാഗവതം 12:2-4. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക നിലവാരം അവന്റെ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾ ഒരു ആധ്യാത്മിക ക്രമത്തിൽ നിന്ന് അടുത്തത്തിലേക്ക് മാറുകയും ചെയ്യും. ഒരുവൻ നല്ല നിലയിൽ ധനം സമ്പാദിക്കാത്ത പക്ഷം അവന്റെ യോഗ്യത ഗൗരവതരമായി ചോദ്യം ചെയ്യപ്പെടും. വാക്കുകൾ കൊണ്ട് ചെപ്പടി വിദ്യ കാണിക്കാൻ ബുദ്ധിയുള്ള ഒരുവൻ പണ്ഡിതനായി പരിഗണിക്കപ്പെടും. ശ്രീമദ് ഭാഗവതം 12:2-5. ഒരു മനുഷ്യന് ധനമില്ലാത്ത പക്ഷം അവൻ അവിശുദ്ധനായി വിധി എഴുതപ്പെടും. കാപട്യം സദ്ഗുണമായി സ്വീകരിക്കപ്പെടുകയും ചെയ്യും. വിവാഹങ്ങൾ വെറും ഉടമ്പടികളാൽ ക്രമീകരിക്കപ്പെടും. സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഒന്ന് കുളിച്ചാൽ മാത്രം മതിയെന്ന് ഒരുവൻ കരുതും. ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഇപ്പൊ തന്നെ കുളിച്ചാൽ മതി. രാവിലെ നോൺ വെജ് കഴിച്ചാലും കുഴപ്പമില്ല, ഒരു കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയാൽ കുഴപ്പമില്ല എന്നുള്ളത് ഇതിന്റെ തുടക്കം. ഒരു തീർത്ഥസ്ഥലം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ജലാശയം എന്നതിലേറെ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുകയില്ല. സൗന്ദര്യം വിലയിരുത്തുന്നത് ഒരുവന്റെ മുടിയുടെ രീതി നോക്കിയിട്ടായിരിക്കും. അത് വളരെ കറക്റ്റാണ്. ഉദരപൂർണം ജീവിത ലക്ഷ്യമായി തീരുകയും ധിക്കാരിയെ സത്യസന്ധനായി അംഗീകരിക്കുകയും ചെയ്യും. ഉറച്ചു സംസാരിക്കുന്നവൻ സത്യസന്ധൻ എന്ന് പറയും. കുടുംബം പുലർത്താൻ കഴിവുള്ള ഒരുവൻ വിദഗ്ധനായി അംഗീകരിക്കപ്പെടുകയും ധാർമ്മിക തത്വങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രം പാലിക്കപ്പെടുകയും ചെയ്യും. അതായത് ലാസ്റ്റ് ലൈൻ ഒന്ന് പറഞ്ഞോട്ടെ. ധാർമ്മിക തത്വങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രം പാലിക്കപ്പെടുകയും ചെയ്യും. അതായത് ഞാൻ ഒരാളെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഭാഗവതം ക്ലാസ്, ഭൗതികത ക്ലാസ് കൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ആധ്യാത്മിക സംഘത്തിലെ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു. ഏത് സംഘടന എന്ന് ഞാൻ പറയുന്നില്ല, ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭാഗവതമാണോ ഭഗവത്ഗീതയാണോ ഫോളോ ചെയ്യുന്നത്? ഞങ്ങൾക്ക് അതൊന്നും ഇല്ല, നമുക്ക് ചില ക്രിയകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സാറാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ സാറ് ആവാൻ വേണ്ടിയുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ അവർക്ക് നോൺ വെജ് കഴിക്കാം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകളോ തെമാടിത്തനങ്ങളോ അതെല്ലാം കണ്ടിന്യൂ ചെയ്യാം. പോരാഞ്ഞിട്ട് അവർ ആധ്യാത്മികവാദികളാണെന്നുള്ള സ്ഥാനപ്പേരും കൂടെ അവർക്ക് കൊടുക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ അതും ഇതും ഒരുമിച്ച് വായിക്കണം. ധാർമ്മിക തത്വങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രം പാലപ്പെടുകയും ചെയ്യും. അല്ലാതെ ഭാഗവതവും ഫോളോ ചെയ്യേണ്ട, ഭഗവത്ഗീതയും ഫോളോ ചെയ്യണം. എന്നാൽ ആധ്യാത്മികവാദികളാണെന്നുള്ള സൽപ്പേരും സൊസൈറ്റിയിൽ കിട്ടും. അപ്പൊ അതൊക്കെ വളരെ സത്യമായി കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ശ്രീമദ് ഭാഗവതം 12:2-7. ലോകം അഴിമതിക്കാരായ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയുമ്പോൾ ഏത് സാമൂഹിക ക്രമത്തിലുള്ള ഏറ്റവും ശക്തമായവർ രാഷ്ട്രീയ അധികാരം നേടും. ശ്രീമദ് ഭാഗവതം 12:2-8. അത്യാഗ്രഹികളും ദയാരഹിതരും സാധാരണ മോഷ്ടാക്കളെക്കാൾ ഒട്ടും ശ്രേഷ്ഠരല്ലാത്തവരായ അത്തരം ഭരണാധികാരികൾ മൂലം സ്വന്തം പത്നിമാരെയും സമ്പത്തും നഷ്ടപ്പെടുന്ന പൗരന്മാർ പർവ്വതങ്ങളിലേക്കും വനങ്ങളിലേക്കും പലായനം ചെയ്യും. ശ്രീമദ് ഭാഗവതം 12:2-9. ക്ഷാമത്താലും അമിത നികുതി ഭാരത്താലും, വളരെ കറക്റ്റ്, പീഡിതരാകുന്ന ജനങ്ങൾ ഇലകളും മൂലങ്ങളും മാംസവും കാട്ടുതേനും ഫലങ്ങളും പുഷ്പങ്ങളും വിത്തുകളും ഭക്ഷിക്കും. വരൾച്ചയുടെ ആഘാതത്താൽ അവർ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അമിത നികുതി ഭാരം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചിട്ടി ജോയിൻ ചെയ്തു, ചിട്ടി കിട്ടുകയും ചെയ്തു. അവസാനം എല്ലാം അടച്ച് ലാസ്റ്റ് ചിട്ടി കിട്ടാൻ വേണ്ടി പോയപ്പോ GST ടാക്സ് എന്ന് പറഞ്ഞ് വലിയൊരു എമൗണ്ട് 18% അവർ അതിൽ നിന്ന് അപഹരിച്ചു. നമ്മുടെ പൈസ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി ഒന്ന് കൂട്ടി ഒരു ചിട്ടി പിടിച്ചപ്പോൾ അതിൽ നിന്ന് ഭീമമായ 18% GST ടാക്സ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതേസമയം അത് TDS എന്നുള്ള രീതിയിലാണ് പിടിച്ചെടുത്തിരുന്നതെങ്കിൽ നമുക്കത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുമായിരുന്നു. ഇന്ന് GST ഇനത്തിൽ നിന്നുള്ള രീതിയിലുള്ള ഒരു ടാക്സ് പിടിച്ചത് കൊണ്ട് നമുക്ക് ഒരു രീതിയിൽ ആ പൈസ തിരിച്ചു കിട്ടും. GST രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ അത് കണക്ക് കാണിക്കാൻ പറ്റൂ. സാധാരണക്കാർക്ക് എന്ത് GST നമ്പറാണ്? അപ്പൊ അത് ഒരിക്കലും തിരിച്ചു കിട്ടും. അപ്പൊ അത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നികുതി ഭാരമാണ്, അനാവശ്യമായി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരം. അതും വളരെ കറക്റ്റാണ്. 10 ശ്രീമദ് ഭാഗവതം 12:2-10. ശൈത്യം, കാറ്റ്, താപം, മഴ,
മഞ്ഞ് ഇവ മൂലം പൗരന്മാർ കഠിനമായി ക്ലേശിക്കും. കലഹങ്ങൾ, വിശപ്പ്, ദാഹം, രോഗങ്ങൾ, കനത്ത ഉത്കണ്ഠ തുടങ്ങിയവയാലും അവർ പീഡിക്കപ്പെടും. കുറച്ചു ദിവസം മുമ്പ് വരെ എല്ലാവരും എന്തൊരു ചൂട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോ എന്തൊരു മഴ എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോ ഉപദ്രവം പല ഭാഗത്തു നിന്ന് നമുക്കുണ്ട്. ആദി ഭൗതികം, ആദി ദൈവീകം, ആധ്യാത്മികം. നമ്മുടെ തന്നെ മനസ്സ്, നമ്മുടെ ശരീരം നമുക്ക് ഉണ്ടാക്കി തരുന്ന ദുഃഖങ്ങൾ നല്ല രീതിയിൽ കലിയുഗത്തിൽ ബാധിക്കും. ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് അതിന് പറയും. അതേപോലെ മറ്റു ജീവികൾ, നമ്മളല്ലാത്ത മറ്റു ജീവികളാൽ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, ആദി ഭൗതിക ദുഃഖം, കലഹം, അടിപിടി, അക്രമം, ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വഴക്കാൾ, പരസ്പരം വഴക്ക്, മാർഗഭ്രംശം, തെറ്റായ രീതിയിൽ വഴി നടത്തുക, ഇതൊക്കെ ആദി ഭൗതിക ദുഃഖങ്ങളാണ്. ഇന്നത്തെ ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവതം 12:2-10 അതിൽ പറഞ്ഞത് ശൈത്യം, കാറ്റ്, താപം, മഴ, മഞ്ഞ് ഇവയൊക്കെ ആദി ദൈവിക ദുഃഖമാണ്. മനുഷ്യന്റെ കപ്പാസിറ്റിയിൽ നിന്ന് ഉപരിയുള്ള ശക്തി കാരണം നമുക്ക് പ്രകൃതിയാൽ തന്നെ വന്നു ചേരുന്ന ദുഃഖം. അതും കലിയുഗത്തിൽ കൂടിക്കൂടി വരും എന്നാണ് പറയുന്നത്, കുറയില്ല, കൂടിയേ വരുന്നു. അപ്പൊ ഇതും കലിയുഗത്തിന്റെ ഒരു ദോഷമാണ്. അടുത്തത് ശ്രീമദ് ഭാഗവതം 12:2-11. കലിയുഗത്തിലെ മനുഷ്യരുടെ പരമാവധി ആയുസ് 50 വർഷമായി തീരും. നേരത്തെ പറഞ്ഞു സത്യയുഗത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 1,00,000 വർഷം ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ 10,000 വർഷം ഉണ്ടായിരുന്നു. ദ്വാപര യുഗത്തിൽ 1000 വർഷം ഉണ്ടായിരുന്നു. കലിയുഗത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സമയം മാക്സിമം 100 വർഷമാണ്. എന്നാൽ കലിയുടെ ദോഷം കൂടിക്കൂടി വരുമ്പോൾ ആയുസ് പരമാവധി 50 വർഷത്തിനകത്ത് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ഇതെല്ലാം കൂടെ 50 വർഷത്തിനകത്ത് സംഭവിക്കും. അപ്പൊ എന്തുമാത്രം വീണ്ടും സംഭവം കുറഞ്ഞു പോകുമെന്ന്, ആയുസ് കുറഞ്ഞു പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അടുത്ത ശ്രീമദ് ഭാഗവതം 12:2 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കലിയുഗത്തിന്റെ അവസാന കാലത്ത് എല്ലാ ജീവികളുടെയും ശരീരങ്ങൾ തീരെ ചെറുതാവും, പൊക്കം കുറയും, ശരീരത്തിന്റെ വലിപ്പം കുറയും. വർണ്ണാശ്രമം പിന്തുടരുന്നവരുടെ ധാർമ്മിക തത്വങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. വേദങ്ങളുടെ മാർഗം മനുഷ്യ സമൂഹം പൂർണ്ണമായും വിസ്മരിക്കും. ധർമ്മം എന്ന് പറയുന്നത് അങ്ങേയറ്റം നാസ്തികമായിരിക്കും. ഭൂരിപക്ഷം രാജാക്കന്മാരും മോഷ്ടാക്കളാവുകയും മോഷണവും കള്ളം പറച്ചിലും അനാവശ്യമായ ആക്രമണവും ജനങ്ങളുടെ തൊഴിലായി തീരുകയും മിക്ക സമൂഹ വിഭാഗങ്ങളും ഏറ്റവും താഴ്ന്ന ശുദ്രരുടെ നിലവാരത്തിലേക്ക് അധപതിക്കുകയും ചെയ്യും. പശുക്കൾ ആടുകളെ പോലെ ആയിത്തീരും, ചെറുതാവും. ആധ്യാത്മിക ആശ്രമങ്ങൾ ഭൗതിക ഭവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലാതായിത്തീരും. കുടുംബ ബന്ധങ്ങൾ വിവാഹമെന്ന കരാറിനപ്പുറത്തേക്ക് വളരാതാകും. മിക്ക ചെടികളും ഔഷധ സസ്യങ്ങളും ശുഷ്കിച്ചും വൃക്ഷങ്ങൾ ശമീവൃക്ഷങ്ങളെ പോലെ ഹ്രസ്വങ്ങളായും കാണപ്പെടും. മേഘങ്ങൾ ഇടിമിന്നൽ നിറഞ്ഞതും ഭവനങ്ങൾ അധാർമികവും എല്ലാ മനുഷ്യജീവികളും കഴുതകളെ പോലെയും ആയിത്തീരും. ആ സമയത്ത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. പരിശുദ്ധമായ ആത്മീയ സത്വത്തിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ശാശ്വതമായ ധർമ്മത്തെ രക്ഷിക്കും. അങ്ങനെ ഭഗവാൻ അങ്ങനെ വിട്ടൊന്നും കളയത്തില്ല, ഭഗവാൻ അതിൽ ഇടപെടും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെല്ലാം അധർമ്മം തയ്ച്ചു വളരുന്നുവോ അവിടെയെല്ലാം ഭഗവാൻ ഉറപ്പായിട്ട് അവതരിക്കും. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പരമദിവ്യോത്തമ പുരുഷനും സർവ്വചരാചാരങ്ങളുടെയും ആധ്യാത്മിക ഗുരുവും എല്ലാവരുടെയും പരമാത്മാവുമായ വിഷ്ണു ഭഗവാൻ ധർമ്മതത്വങ്ങളെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വിശുദ്ധരായ ഭക്തന്മാരെ ഫലേച്ഛാ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനും ജന്മമെടുക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതം 12:2-17 പറയും. എന്നിട്ട് പറയുന്നു, 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൽകി ഭഗവാൻ ശമ്പള ഗ്രാമത്തിലെ പ്രമുഖ ബ്രാഹ്മണനും മഹാത്മാവുമായ വിഷ്ണു യശസ്സിന്റെ ഭവനത്തിൽ അവതരിക്കും. അപ്പൊ അങ്ങനെ കലിയുഗത്തിന്റെ അവസാനം കൽകി അവതാരം എടുത്ത് വീണ്ടും സാത്വിക ഗുണത്തിന്റെ ആൾക്കാർ വരുന്നതിന് വേണ്ടി, സത്വഗുണത്തിന്റെ തുടക്കം ആക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരെയും വധിച്ച് ഭഗവാൻ കലിയുഗത്തിന് പരിസമാപ്തി ഉണ്ടാക്കി സത്യയുഗം സ്വാഗതം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ കലിയുഗത്തില് വെറും 5130 വർഷത്തിനകത്തെ കലിയുഗം തുടങ്ങിയായിട്ടുള്ളൂ. കലിയുഗത്തിന്റെ കണക്ക് പ്രകാരം എത്ര വർഷം കലിയുഗം എന്ന് ചോദിച്ചാൽ 4,32,000 വർഷമാണ് കലിയുഗം എന്ന് പറയുന്നത്. ചതുർയുഗത്തില്
സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗമാണ്. കലിയുഗത്തിലാണ് ഏറ്റവും വർഷങ്ങൾ കുറവായിട്ടുള്ള വർഷം ഉള്ളത്. അത് തന്നെ 4,32,000 വർഷമുണ്ട്. അതിൽ ഈ കലിയുഗത്തില് ഇപ്പൊ നമ്മൾ 28ാമത്തെ ഒരു മന്വന്തരത്തില് 72 ചതുർയുഗങ്ങളുണ്ട്. ആ ചതുർയുഗത്തില് 28ാമത്തെ ചതുർയുഗത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. അതിലുള്ള സത്യയുഗ, ത്രേതായുഗ, ദ്വാപരയുഗം കഴിഞ്ഞു പോയി. ഇപ്പൊ കലിയുഗമാണ്. അതിൽ തന്നെ വെറും 5130 വർഷങ്ങൾക്കകത്തേ ആയിട്ടുള്ളൂ കലി തുടങ്ങിയിട്ട്. ചോദ്യം ഇതാണ്, എപ്പം മുതലാണ് കലിയുഗം തുടങ്ങിയത്? ഭക്തന്മാരാരെങ്കിലും പറയാമോ? കലിയുഗത്തിന്റെ തുടക്കം എന്നു മുതലാണ്? ഇന്ററാക്റ്റീവ് സെഷന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. കലിയുഗത്തിന്റെ തുടക്കം എന്നു മുതൽ തുടങ്ങി? ആരെങ്കിലും പറയാമോ ആൻസർ? ആരുമില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാൻ തിരിച്ചു പോയ ദിവസം നെക്സ്റ്റ് ഡേ മുതൽ. വളരെ കറക്റ്റാണ് ഭഗവാൻ പ്രഭു, നന്ദി പ്രഭു. അതായത് വിഷ്ണു പുരാണം ആണ്. വിഷ്ണു പുരാണത്തില് അതോ പത്മപുരാണമോ ഞാൻ ഓർക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട്, ഭഗവാൻ അദ്ദേഹത്തിന്റെ പാദസ്പർശനം ഈ ഭൂമിയിൽ നിന്നും എപ്പോഴാണോ എടുത്തു മാറ്റിയത്, അടുത്ത സെക്കൻഡ് മുതൽ കലിയുഗം സ്റ്റാർട്ട് ചെയ്തു. ഭഗവാന്റെ ലീലകളാടി ഭഗവാന്റെ പാദസ്പർശനം ഈ ഭൂമിയിൽ നിന്നും എപ്പോഴാണോ എടുത്തു മാറ്റിയത്, അതിന്റെ അടുത്ത സെക്കൻഡ് മുതൽ കലിയുഗം സ്റ്റാർട്ടായി. അങ്ങനെ 5130 വർഷങ്ങളോളം ഏകദേശം കഴിഞ്ഞിരിക്കും. അപ്പൊ അതാണ്. അപ്പോ ഇപ്പോൾ തന്നെ ഈ നമ്മളിപ്പോ ശ്രീമദ് ഭാഗവതത്തിൽ 12ാമത്തെ കാൻഡോയിലുള്ള 2ാം അധ്യായം വായിച്ചതുപോലത്തെ എല്ലാ സിംറ്റംസും ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ വരാൻ പോവുകയാണ്. നമ്മൾ അപ്പോ നമ്മള് ഇന്നത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ഞാൻ പറഞ്ഞു മറ്റൊരു ക്ലാസ്സില് നമ്മളിപ്പോ ശ്രീമദ് ഭാഗവതത്തിലെ ഫസ്റ്റ് കാൻഡോയിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ബൈ ദ സ്റ്റേജസ്, ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര്. ഇതിനെ പ്രധാനമായി നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. 1 മുതൽ 3 വരെയുള്ള ഭാഗം ശ്രീമദ് ഭാഗവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഭാഗവും, 4 മുതൽ 8 വരെയുള്ള ഭാഗം ശ്രീമദ് ഭാഗവത്തിനുള്ള വേദി ഒരുങ്ങുന്നു, സൂത ഗോസ്വാമിയെ ശൗനക ഋഷിവരന്മാർ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന 9 മുതൽ 23 വരെയുള്ള ബാക്കിയുള്ള ആ ചാപ്റ്റർ മുഴുവനും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് സേജസ് ഡിസ്ക്രൈബ് ദ കലിയുഗത്തിന്റെ പ്രഭാവത്തിനെ കുറിച്ച് സേജസ് ഡിസ്കസ് ചെയ്യുകയും 6 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ആ ചോദ്യങ്ങൾ 6 എന്താണെന്നും കൂടെ ഈ 9 മുതൽ 23 വരെയുള്ള ഈ ശ്ലോകങ്ങളിൽ 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞാണ് ഈ 1ാം ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 3 ഭാഗത്തിൽ അവസാന ഭാഗത്തിൽ കഴിഞ്ഞ ശ്ലോകം മുതൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ 9 മുതൽ 23 ശ്ലോകത്തിൽ കലിയുഗത്തിന്റെ പ്രഭാവം എന്താണെന്നും എന്തൊക്കെയാണ് കലിയുഗത്തിന്റെ പ്രത്യേകത എന്തെന്നും, ആ കലിയുഗത്തിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി, ആ കലിയുഗത്തിലെ ദോഷങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി, മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ആണ് ഈ ബാക്കിയുള്ള 9 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ 9ാമത്തെ ക്ലാസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഇന്ന് 10ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ 9ാമത്തെ വിഷയത്തിൽ അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ദ പീപ്പിൾ. കഴിഞ്ഞ ആ ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിലാണ് ഋഷിവര്യന്മാര് ചോദിക്കുന്ന 6 പ്രധാനപ്പെട്ട ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ ശ്ലോകത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. മൊത്തം ഋഷിവര്യന്മാര് 6 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം മുഴുവനും പറഞ്ഞിരിക്കുന്നത് ഈ 6 ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി മൊത്തം 18,000 ശ്ലോകവും വരുന്നത്. അപ്പൊ 6 ചോദ്യത്തിൽ 1ാമത്തെ ചോദ്യം കഴിഞ്ഞ 9ാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്താണ് ആ ചോദ്യം? വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് ആൻഡ് അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ദ പീപ്പിൾ ഇൻ ജനറൽ? ഈ ലോകത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അൾട്ടിമേറ്റ് ആയിട്ടും അബ്സലേറ്റും ആയിട്ടുള്ള നല്ലത് എന്താ? ആത്യന്തികമായ നന്മ എന്താ? ഈ ജനറൽ ആയിട്ടുള്ള കലിയുഗത്തിൽ വന്ന് ജനിക്കുന്ന ആൾക്കാരുടെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചതിന് ശേഷം കലിയുഗത്തിലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ കലിയുഗം എന്താണ്, കലിയുഗത്തിലെ ആൾക്കാർ എന്തെന്നാണ് ഇന്നത്തെ ചോദ്യം ചർച്ച ചെയ്യുന്നത്, ഇന്നത്തെ ശ്ലോകം ചർച്ച ചെയ്യുന്നു. നാളത്തെ ശ്ലോകം 11ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് എക്സ്പ്ലെയിൻ ദ എസൻസ് ഓഫ് ആൾ സ്ക്രിപ്റ്റേഴ്സ് ഫോർ ദ ഗുഡ് ഓഫ് ആൾ ലിവിങ് ബീയിങ്സ്. എല്ലാ ധർമ്മശാസ്ത്രങ്ങളുടെയും പൊരുൾ എല്ലാ ജീവജാലങ്ങൾക്കും നന്മയ്ക്ക് വേണ്ടി എന്ന് ഈ ധർമ്മശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ എന്നാണ് 11:11
ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. മൊത്തം 6 ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാളത്തെ ശ്ലോകത്തിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദ ലോർഡ് അപ്പിയർ ഇൻ ദ വൂം ഓഫ് ദേവകി ആസ് ദ സൺ ഓഫ് വാസുദേവ? വാസുദേവന്റെ പുത്രനായി ദേവകി മാതായുടെ ഗർഭത്തിൽ ഭഗവാൻ സ്വയം അവതരിക്കാനുണ്ടായ കാരണം എന്ത് എന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ ശ്ലോകമായി 1:1:12 ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം 1:1:17 ആ ചോദ്യം നാലാമത്തെ ചോദ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ലോർഡ്സ് അഡ്വെഞ്ചർ ഇൻ ഹിസ് വേരിയസ് ഇൻകാർണേഷൻസ്. പ്രധാനമായിട്ടും പുരുഷാവതാരം, ഭഗവാന്റെ വ്യത്യസ്ത പുരുഷാവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളിലൂടെ ഭഗവാൻ എന്തെല്ലാം ലീലകൾ ആടി എന്നതിനെ കുറിച്ചാണ് 1:1:17 ചോദിക്കുന്നത്. അത് ഋഷിവര്യന്മാർ ചോദിക്കുന്ന 6 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടടുത്ത ശ്ലോകമായ 1:1:18 ചോദിക്കുന്നു, നറേറ്റ് ദ ട്രാൻസെൻഡൽ പാസ്റ്റ് ടൈംസ് ഓഫ് ലോർഡ്സ് മൾട്ടി ഇൻകാർണേഷൻസ്. ഭഗവാന്റെ വ്യത്യസ്ത ലീല അവതാരങ്ങളിലുള്ള ഭഗവാന്റെ വ്യത്യസ്തമായ ദിവ്യ ലീലകൾ എന്തൊക്കെയാണ് എന്ന് ദയവായി പറഞ്ഞു തന്നാൽ എന്നതിനെ കുറിച്ച് 1:1:18 അഞ്ചാമത്തെ ഋഷിവര്യന്മാരുടെ പ്രധാനപ്പെട്ട ചോദ്യമായി പറഞ്ഞിരിക്കുന്നു. അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകമാണ് 1:1:23. അതിൽ ഋഷിവര്യന്മാർ പ്രധാനമായിട്ട് ചോദിക്കുന്ന 6ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിതാണ്, ഹൂം ഡിഡ് ദ റിലീജിയസ് പ്രിൻസിപ്പിൾ ടേക്ക് ഷെൽട്ടർ ഓഫ് ആഫ്റ്റർ ദ ലോർഡ് കൃഷ്ണാസ് ഡിപ്പാർച്ചർ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ദിവ്യമായ പാദസ്പർശനം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം ഈ ധർമ്മം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? അതിനുശേഷം ഉള്ള ധർമ്മത്തിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ പാദസ്പർശനം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം ധർമ്മം എവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം. റിലീജിയസ് പ്രിൻസിപ്പിളിന്റെ എല്ലാം എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 6 ചോദ്യവും ഈ കലിയുഗത്തിലെ ആൾക്കാരുടെ ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ദോഷങ്ങളുള്ള ഈ ആൾക്കാർക്ക് നന്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് പരിഹാരമായ സൊല്യൂഷൻ എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്ന രീതിയിലാണ് ആ 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. നമുക്ക് വേണ്ടി കിട്ടുന്ന ഈ മൊത്തം ഈ ഇഷ്യൂസിന്റെ കറക്റ്റ് പരിഹാരമാണ് ആ ചോദ്യത്തിന് ഉത്തരമായി 18,000 ശ്ലോകമായ ശ്രീമദ് ഭാഗവതത്തിന് പറഞ്ഞത്. അപ്പോ നമ്മൾ ഒരു ഒരുമിച്ച് വന്ന് ഭക്തന്മാർ ഒരുമിച്ച് കൂടി ഈ ശ്രീമദ് ഭാഗവതം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ മാത്രമാണ് ഇതിനകത്തുള്ള പൊരുൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വെറുതെ ഒരു ഭാഗവതം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ചോദ്യം എവിടെ കിടക്കുന്നു, ഉത്തരം എവിടെ കിടക്കുന്നു, ഇത് എന്തിനാണ് ഈ ചോദ്യം, എന്തിനാണ് ഉത്തരം എന്ന് ഒരു വിധത്തിൽ പിടികിട്ടും. എന്നാൽ നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടി ശ്രീമദ് ഭാഗവതം വ്യത്യസ്ത ഡോട്ടീസ് വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഓരോ ശ്ലോകത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് നിന്നും നമുക്ക് എന്താണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്നത്തെ ശ്ലോകമാണ് നമുക്ക്. എന്താണ് ഇന്നത്തെ ശ്ലോകം? നമ്മൾ ഭാഗ്യം കെട്ടവരാണ്, വിവരമില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, അല്പായുസുകളാണ്, നിർഭാഗ്യവാന്മാരാണ്, മഴക്കാളികളാണ്, മടയന്മാരാണ്, മാർഗഭ്രംശം സംഭവിച്ചവരാണ്, ആകുലത. ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ഉറപ്പായിട്ട് ഭക്തസംഘം കൊണ്ട് മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടാം, ഒരുമിച്ചിരുന്ന് ഭാഗവതം വായിക്കും. ആ വായനയും ഡിസ്കഷനുമാണ് ഇതിനുള്ള പരിഹാരം. എന്തായാലും ശ്ലോക വൈസ് പറയുകയാണെങ്കിൽ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഹരിനാമ സങ്കീർത്തനമാണ് എന്ന് പറയുന്ന 2 ശ്ലോകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ച ഒരു ക്ലാസ്സായി മാറും. ഉത്തരം ഇതാണ്. ബ്രഹ്മദേവനോട് നമ്മുടെ നാരദർ ചോദിക്കും, കലിയുഗത്തിലെ ദോഷങ്ങൾ, കലിയുഗത്തിലെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കും. അത് ബൃഹത് നാരദീയ പുരാണത്തിൽ അതിന് ഉത്തരം പറയുന്നുണ്ട്. കലി സന്ദർഭോപനിഷത്ത്, കലിയുഗത്തിലെ ആൾക്കാരെ കുറിച്ച് മാത്രം പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഉപനിഷത്താണ് കലി സന്ദർഭോപനിഷത്ത്. അതിലും സൊല്യൂഷൻ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം മുഴുവനും ചർച്ച ചെയ്തിട്ട് ഏറ്റവും അവസാനമായി സുഖദേവ ഗോസ്വാമി ഇദ്ദേഹത്തിന് പരീക്ഷിത് മഹാരാജന് കൊടുക്കുന്ന ഉത്തരം, സൊല്യൂഷൻ എന്താണ് എന്ന് പറയും. ആ സൊല്യൂഷൻ പറയുന്നത് ശ്രീമദ് ഭാഗവതം 12ാം കാൻഡോ 3ാം അധ്യായം 52-53 ശ്ലോകത്തിലാണ്. കലോർദോഷേ നിദേ രാജൻ നാസ്തിയേകോ മഹാഗുണ കീർത്തനായേവ കൃഷ്ണസ്യ മുക്തസംഗാ പരം വ്രജേ. ശരിയാണ് രാജൻ, കലിയുഗത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലും ഒരു മഹാഗുണമുണ്ട്. അതെന്തെന്നാൽ ആരാണോ കൃഷ്ണന്റെ പവിത്രമായ നാമങ്ങൾ കീർത്തനം ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മുക്തി തന്നെ ഉണ്ടാകും. എന്നാൽ ആ മുക്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്.
അത് എന്താണ് ആ വലിയ കാര്യം എന്ന് ചോദിച്ചാൽ അതിന്റെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കൃതായത്തായതോ വിഷ്ണു ത്രേതോയാം യജന്തോമവൈ ദോപാരാ പരിചര്യായ കലോ തത് ഹരികീർത്തനാ. ആ ഫലം ചെറുതൊന്നുമല്ല. കൃതായുഗത്തിൽ ലക്ഷക്കണക്കിന് വർഷം വിഷ്ണുവിനെ ധ്യാനം ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഫലം. അങ്ങനെ ധ്യാനം ചെയ്യാൻ അവർക്ക് അത്രത്തോളം ആയുസ്സും ഉണ്ടായിരുന്നു. എന്നാൽ അതേ ഫലം ആയുസ് ഇല്ലാത്ത ഈ കലിയുഗത്തിലും അച്ചീവ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണുവിനെ ധ്യാനം ചെയ്യുമ്പോൾ കൃതായുഗത്തിൽ എന്ത് ഫലമാണോ കിട്ടിയിരുന്നത് അതേ ഫലം കലിയുഗത്തിലും കിട്ടും. എന്ത് ചെയ്യണമെന്ന് പറയാം. നെക്സ്റ്റ് ആ ഫലം എന്തെന്നാൽ, അതേ ഫലം ദ്വാപാരയുഗത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ, ത്രേതായുഗത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ വലിയ വലിയ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. വലിയ വലിയ എലാബറേറ്റ് ആയിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അതേ ഫലം കിട്ടിയിരുന്നുള്ളൂ. എങ്കിൽ ദ്വാപാരയുഗത്തിൽ റോയൽ ടെമ്പിൾ വർഷിപ്പ്, റോയൽ ഡൈറ്റി വർഷിപ്പ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന അതേ ഫലം കലിയുഗത്തിൽ, ഫലം അതേ ഫലം കലിയുഗത്തിൽ കിട്ടും. എങ്ങനെയാണ്? ഹരികീർത്തനം കൊണ്ട് മാത്രം. ഭഗവാൻ ഹരിയുടെ കീർത്തനം കൊണ്ട് മാത്രം ഈ കുറഞ്ഞ ആയുസ്സുള്ള നമുക്കും വലിയ രീതിയിൽ മറ്റുള്ള യുഗങ്ങളിൽ ചെയ്തപ്പോൾ കിട്ടിയിരുന്ന ഫലം നേടാൻ കഴിയും. പ്രോസസ്സ് മറ്റുള്ള കാലത്തൊക്കെ വലിയ വിപുലമായി കുറെ കാലം എടുത്ത് ചെയ്യണമെങ്കിൽ കലിയുഗത്തിൽ കുറച്ചു കാലം ചെയ്താലും അവർക്ക് കിട്ടിയ അതേ ഫലം, അത്രയും വലിപ്പമുള്ള ഫലം നമുക്ക് കിട്ടും. കലിയുഗത്തിൽ ആൾക്കാർക്ക് ദോഷമേ ഉള്ളൂ, എന്നാലും ഒരു വലിയ ഫലം. അതാണ് കീർത്തന ഏവ കൃഷ്ണസ്യ മുക്ത സംഗമനം. ആരാണോ കൃഷ്ണന്റെ നാമം കീർത്തിക്കുന്നത് അവർക്ക് അതേ ഫലം കിട്ടും. അപ്പോ കൃഷ്ണനാമമാണ്, ഹരിനാമമാണ് ശ്രേഷ്ഠമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ശ്രീമദ് ഭാഗവത് അവസാനിക്കുന്നത് നാമസങ്കീർത്തന വെച്ച് സർവ്വപാപ പ്രണാശം, നാമസങ്കീർത്തനം കൊണ്ട് സർവ്വപാപങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവസാനിക്കും. ബൃഹദാരണ്യ പുരാണത്തിൽ ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കാലോ നാസ്തേവ 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 ഗതിരൻ. കലിയുഗത്തിൽ ഹരിയുടെ തിരുനാമം ഹരിയുടെ തിരുനാമം ഹരിയുടെ തിരുനാമം മാത്രമേ ഉള്ളൂ. മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയും അന്യമായില്ല. 3 പ്രാവശ്യം പറഞ്ഞാൽ അതിനർത്ഥം ബോധത്തോടെ പറയുകയാണെന്നാണ്. 3 പ്രാവശ്യം ധർമ്മശാസ്ത്രം പഠിച്ചിട്ട് 4 തലയുള്ള ബ്രഹ്മാവ് നമ്മളോട് ഉപദേശിച്ചു. 3 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞു. എന്താണത്? കലിയുഗത്തിൽ മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയുമില്ല, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹരിനാമം 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 മാത്രം. ആ ഹരിനാമം തന്നെ ഏതാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നിങ്ങനെ വ്യത്യസ്ത വിഷ്ണുനാമങ്ങൾ, 1000 വിഷ്ണുനാമങ്ങൾ ഉണ്ടല്ലോ. അതിലേതാണ്? അതെല്ലാം ഹരിനാമമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കലിസന്ദരണോപനിഷത്ത് കലിയുഗത്തിലെ ആൾക്കാരുടെ ചേഷ്ടകളെ കുറിച്ചും കലിയുഗത്തിലെ ആൾക്കാരുടെ ദോഷങ്ങളെ കുറിച്ചും മാത്രം എടുത്തു പറയുന്ന ഒരു ഉപനിഷത്താണ് കലിസന്ദരണോപനിഷത്ത്. ഇന്നത്തെ ശ്ലോകമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ആ ഉപനിഷത്തിൽ പറയുന്നത് വ്യക്തമായി അത് ഏത് ഹരിനാമം എന്നും കൂടെ പറയുന്നു. ഏതാണ് ആ ഹരിനാമം? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എണ്ണി നോക്കുമ്പോൾ 16 വാക്കുകൾ വരും. ഇത് ഷോഡശകം നാമ്നം. ഈ 16 നാമങ്ങൾ മാത്രമേ കൽമശനാശനം, കലിയിലുള്ള എല്ലാ കൽമശങ്ങളെയും നാശനം ചെയ്യാൻ കഴിയത്തുള്ളൂ. നദ പരതരോ ഉപായം, ഇതല്ലാതെ മറ്റൊരു ഉപായവും അന്യമായില്ല. സർവവേദേഷു ദൃശ്യത, ഇത് സർവവേദങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കിയാലും റിസർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ദൃശ്യതയെ കാണാവുന്നതാണ്. അങ്ങനെ ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്ന് ഇസ്കോൺ നമ്മളോട് പറയും. ശ്രീല പ്രഭുപാദ് നമ്മളോട് പറയും. ബ്രഹ്മമദ്യ ഗൗഡീയ വൈഷ്ണവ ഗുരുപരമ്പര നമ്മളോട് പറയുന്നു. ഭഗവാൻ നമ്മളോട് പറയുന്നത് ഈ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇത് മറ്റ് ഒരു ആധ്യാത്മിക സംഘടന എന്ന് പറയുന്നവർ പലരും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ മാർഗഭ്രംശം സംഭവിച്ചവർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നും കലിയുഗത്തില് ഇസ്കോൺ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പര അവൈലബിൾ ആണ്. ശ്രീല പ്രഭുപാദർ ആകുന്ന പരമഗുരുവിന്റെ കൃപാകടാശം കൊണ്ട് ഗുരു സാധു ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ കലിയുഗത്തിൽ സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം നിങ്ങൾ ബ്രഹ്മചാരി ആയിക്കോട്ടെ, നിങ്ങൾ ഗൃഹസ്ഥനായിക്കോട്ടെ, നിങ്ങൾ വാനപ്രസ്ഥനായിക്കോട്ടെ, നിങ്ങളൊരു സന്യാസി ആയിക്കോട്ടെ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡെയിലി ജപിക്കേണ്ടതാണ്. അതല്ല നിങ്ങളൊരു ബ്രാഹ്മണനായിക്കോട്ടെ, നിങ്ങളൊരു ക്ഷത്രിയനായിക്കോട്ടെ, നിങ്ങളൊരു വൈശ്യനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ശുദ്രനായിക്കോട്ടെ, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടതാണ്. അത് മാത്രമാണ് പരിഹാരം.
ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ട് ദയവായി ഭക്തന്മാർ ചോദിക്കുക. ഹരേ കൃഷ്ണ. ചോദിക്കൂ. ശരി. ആരുമില്ല, ആരുമേ ഇല്ല. ഹരേ കൃഷ്ണ പ്രഭു. വളരെ ഹരേ കൃഷ്ണ. ക്ലിയർ ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാൻ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിൽ ഇങ്ങനെ ശരിക്കും പതിഞ്ഞത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ പറഞ്ഞിട്ട് ഞാൻ പറയാട്ടോ പ്രഭു. ആ രക്ഷപ്പെടാം. ഓരോ അതിന്റെ ആ ക്വസ്റ്റ്യൻ എടുത്തെടുത്ത് അതിനെ പറ്റി പറഞ്ഞതും അതേപോലെ അതിന്റെ ആ സൊല്യൂഷനും ഒരുമിച്ച് പറയുമ്പോ നമുക്കത് ശരിക്കും ഒന്നും കൂടെ ക്ലിയർ ആവും. താങ്ക് യു കൃഷ്ണകൃപ, പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപ, വളരെ കൃഷ്ണകൃപ, കൃഷ്ണകൃപ. ആൾ ഗോഡ് വളരെ താങ്ക് യു. വളരെ പ്രഭു സന്തോഷം. പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇങ്ങനെ പ്രഭുപാദയെ പോലെ ഒരാളെ, ഒരു ഗുരുവിനെ കിട്ടിയതിന് എന്തോ ഒരു ഭാഗ്യം ചെയ്തു എന്നുള്ളത്. ഹരേ കൃഷ്ണ. തീർച്ചയായും, 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 തീർച്ചയായും നമുക്ക് പറ്റട്ടെ, അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റട്ടെ. നന്ദി, വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ആരെങ്കിലും ഡൗട്ട് എനിക്ക് ചോദിച്ചാൽ ഓക്കെ. അപ്പോ നമ്മൾ ദർശനത്തിലേക്ക് പോകാം. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എന്നിട്ട് കൂടി എല്ലാ ഭക്തജനങ്ങളും ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ പിള്ളേരുടെ ഒക്കെ സ്കൂളിൽ വിടുന്നതിന്റെ തിരക്കായിരിക്കും, പ്രത്യേകിച്ചും എല്ലാവരും, പ്രത്യേകിച്ച് മാതാജിമാര്. എന്നിരുന്നാലും നമ്മൾ ഈ പ്രോഗ്രാം ആത്മാർത്ഥമായി നടത്താൻ വേണ്ടി ഓരോ ഭക്തന്മാരെ ആഗ്രഹിക്കണം. അപ്പോൾ ഭഗവാൻ അതനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഭാഗവതം എന്നും നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിയുമാറാകട്ടെ. ഹരേ കൃഷ്ണ. ദർശനത്തിന് പോകാം. ശ്രീ ശ്രീ ജഗന്നാഥ് രാധാനിലമ സത്സംഗത്തിലെ ജഗന്നാഥിനെ നമുക്ക് ശ്രീ ശ്രീ ഷഡ്കോസം പ്രമോദ് കൂടി കൃഷ്ണ Hello, Prabhupada.